എല്ലാവർക്കും നമസ്കാരം. ജോഗ്രഫിയിൽ നിന്നും കേരളത്തിലെ കാലാവസ്ഥ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കോപ്പൻസ് വർഗീകരണം അനുസരിച്ച് കേരളത്തിലെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. മഴക്കാലത്ത് അമിതമായിട്ടുള്ള മഴയും വേനലിൽ കൊടും ചൂടും അനുഭവപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കാലാനുസൃതമായി അനുഭവപ്പെടുന്നത് വരണ്ടതും ചൂടുള്ളതുമായിട്ടുള്ള ഉഷ്ണമേഖല സാവന്ന കാലാവസ്ഥയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വരണ്ടതും ചൂടുള്ളതുമായിട്ടുള്ള ഉഷ്ണമേഖല സാവന്ന കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ സുഖകരമായിട്ടുള്ള കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പവും കാരണം മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാല മാസങ്ങൾ അസുഖകരമാണ്. ഉയർന്ന താപനില അതേപോലെ ഉയർന്ന ഈർപ്പവും കാരണം മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്ത് നമുക്ക് അത്ര സുഖകരമല്ലാത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നു. കാറ്റ്. പാലക്കാട് ചുരം പ്രദേശത്ത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കിഴക്ക് നിന്നും ബാക്കിയുള്ള മാസങ്ങളിൽ പടിഞ്ഞാറ് നിന്നും കാറ്റ് വീശുന്നു. പാലക്കാട് ചുരം പ്രദേശത്ത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കിഴക്ക് നിന്നും ബാക്കിയുള്ള മാസങ്ങളിൽ പടിഞ്ഞാറ് നിന്നുമാണ് കാറ്റ് വീശുന്നത്. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കാറ്റിനെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും കരയുടെയും കടലിൻ്റെയും വ്യത്യസ്ത ചൂടുകളും പർവ്വതക്കാറ്റുമാണ്. കാറ്റും കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിൽ എങ്ങനെ ബാധിക്കുന്നതെന്ന് നോക്കുമ്പോൾ കരയിലും കടലിലും വ്യത്യസ്ത രീതിയിലും സമയങ്ങളിലുമല്ലേ കടൽക്കാറ്റ് കരക്കാറ്റൊക്കെ ഉണ്ടാകുന്ന ചൂടാകുന്നതനുസരിച്ചല്ലേ. അപ്പം അതെല്ലാം കാറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. വർഷം മുഴുവൻ പകൽ സമയത്ത് പടിഞ്ഞാറ് നിന്നും രാത്രി കാലങ്ങളിൽ കിഴക്ക് നിന്നും കാറ്റ് വീശുന്നു. വർഷം മുഴുവനും പകൽ സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും രാത്രി കാലങ്ങളിൽ കിഴക്ക് നിന്നും കാറ്റ് വീശുന്നു. താപചംക്രമണം തെർമൽ സർക്കുലേഷൻ വികസിക്കുന്ന ഉച്ച സമയങ്ങളിൽ കാറ്റ് പൊതുവെ ശക്തമാവുകയും രാത്രിയിൽ ദുർബലമാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി ആർദ്രത. പടിഞ്ഞാറ് അറബിക്കടലിന്റെ സാന്നിധ്യമുള്ളതിനാൽ ആപേക്ഷിക ആർദ്രത പൊതുവെ കൂടുതലാണ്. കേരളത്തിലെ മൺസൂൺ കാലയളവിലെ ആപേക്ഷിക ആർദ്രത ഏകദേശം 85% ആയി ഉയരുന്നു. ഈ കാലയളവിൽ ആർദ്രത വ്യത്യാസം ഏറ്റവും കുറവാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആർദ്രത 60 മുതൽ 63% കുറയുന്നു. അടുത്ത താപനില. മൺസൂൺ ഒഴികെയുള്ള സമയങ്ങളിൽ സമതലത്തിലെ താപനില ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. ഉയർന്ന പ്രദേശങ്ങളിൽ താപനില സമതലത്തെ അപേക്ഷിച്ച് അതായത് പകലും രാത്രിയിലും കുറവായിരിക്കും. തീരപ്രദേശങ്ങളിലെ പകൽ താപനില ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഏറ്റവും ചൂട് കൂടിയ മാസമായിട്ടുള്ള മാർച്ചിന്റെ മീൻ മാക്സിമം ടെമ്പറേച്ചർ ഏകദേശം 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. മീൻ മാക്സിമം ടെമ്പറേച്ചർ ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നത് ജൂലൈ ആണ്. 28.5 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ജൂലൈ മാസത്തെ മീൻ മാക്സിമം ടെമ്പറേച്ചർ. അടുത്തതായി മഴ. കേരളത്തിന്റെ വാർഷിക മഴയുടെ 70% ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ കേരളത്തിന്റെ വടക്ക് നിന്നും തെക്കോട്ട് കുറഞ്ഞു വരുന്നു. വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിന്റെ വടക്ക് നിന്നും തെക്കോട്ട് കൂടി വരുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഉയരം കുറയുന്നതിന് അനുസരിച്ച് തെക്കു ഭാഗത്ത് മഴയുടെ അളവും കുറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഉയരം കുറയുന്നതിനനുസരിച്ച് തെക്ക് ഭാഗത്ത് മഴയുടെ അളവും കുറയുന്നു. അടുത്തതായി കാലാവസ്ഥ. കേരളത്തിൽ 4 തരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, വേനൽക്കാലം മാർച്ച് മെയ് മാസങ്ങളിൽ, ഇടവപ്പാതി അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്ന ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയും, തുലാവർഷം എന്നുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിലുമാണ് കേരളത്തിൽ വീശുന്നത്. ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി, വേനൽക്കാലം മാർച്ച് മുതൽ മെയ്, ഇടവപ്പാതി അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ, തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും അറിയപ്പെടുന്നു. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തുലാവർഷം അനുഭവപ്പെടുന്നത്.
ശൈത്യകാലം. കേരളത്തിൽ ശീതകാലം ആരംഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂണിൻ അവസാനിക്കുമ്പോഴാണ്. ഈ സമയത്ത് താപനില കുറവാണെങ്കിലും മറ്റ് സീസണുകളുമായി ഇതിന് വലിയ വ്യത്യാസം ഇല്ല. ഉയർന്ന പ്രദേശങ്ങളിൽ വർഷം മുഴുവനും താപനില സ്ഥിരമായി തണുപ്പായിരിക്കും. എന്നാൽ ശൈത്യകാല താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. ഈ ശൈത്യകാലത്താണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്നത്. ശൈത്യകാലത്താണ് നമുക്ക് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ശൈത്യകാല ശരാശരി താപനില പരമാവധി 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞത് 18 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ്. സീസണിൽ ശരാശരി മഴ 25 മില്ലിമീറ്ററുമാണ്. വേനൽക്കാലം. താരതമ്യേന ഉയർന്ന താപനില, കുറഞ്ഞ മഴയും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് വേനൽക്കാലം. കേരളത്തിലെ വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. താരതമ്യേന ഉയർന്ന താപനില, കുറഞ്ഞ മഴ, ഉയർന്ന ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് വേനൽക്കാലം. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഉള്ളപ്പോൾ കേരളത്തിൽ താരതമ്യേന തണുപ്പും സുഖകരവുമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് വേനൽക്കാലത്ത്. പശ്ചിമഘട്ടം വടക്കൻ കാറ്റിനെ കേരളത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. പശ്ചിമഘട്ടം വടക്കൻ കാറ്റിനെ കേരളത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. അറബിക്കടലിന്റെ തണുത്ത കാറ്റ് താപനിലയെ മിതമായി ആക്കാൻ സഹായിക്കുന്നു. ഇടിയും മിന്നലോടും കൂടിയ മഴ ഈ സീസണിലെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. കേരളത്തിലെ വേനൽക്കാലത്തെ ശരാശരി താപനില പരമാവധി 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 32 ഡിഗ്രി സെൽഷ്യസുമാണ്. സീസണിൽ ശരാശരി മഴ 135 മില്ലിമീറ്റർ. അടുത്തതായി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളത്തിനെയാണ്. മൺസൂൺ എന്ന വാക്കിന്റെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ്? അറബി. അറബി എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത്. മൗസിം എന്ന വാക്കിൽ നിന്നും മൺസൂൺ എന്ന വാക്കുണ്ടായി. കേരളത്തിൽ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കാലവർഷം അതിനെ തന്നെയാണ് ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും അറിയപ്പെടുന്നത്. ഈ കാലയളവിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ്. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികൻ ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് ഇന്ത്യയിൽ എത്തിയ വർഷം AD 45. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഹിപ്പാലസ് കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. കേരളത്തിൽ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 200 സെന്റിമീറ്റർ. കേരളത്തിൽ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ്? 200 സെന്റിമീറ്റർ. കേരളത്തിൽ പെട്ടെന്നുള്ളതും കുറഞ്ഞതുമായിട്ടുള്ള ഇടിമിന്നലും മേഘസ്ഫോടനവും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന മേഘങ്ങൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ ആണ്. കേരളത്തിൽ പെട്ടെന്നുള്ളതും കനത്തതുമായിട്ടുള്ള ഇടിമിന്നലും മേഘസ്ഫോടനവും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന മേഘം ക്യുമുലോ നിംബസ്. അറബിക്കടലിലെ ഉയർന്ന താപം മൂലം രൂപപ്പെടുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ കേരളത്തിൽ ക്രമരഹിതമായ മഴയ്ക്ക് കാരണമാകുന്നു. കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സൈക്ലോൺ വാർണിംഗ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. മൺസൂണിന് മുൻപുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. മൺസൂണിന് മുൻപുള്ള വേനൽ മഴ കേരളത്തിൽ മാംഗോ ഷവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെ ചരിവിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ സീസണിൽ ശരാശരി താപനില പരമാവധി 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞത് 19 ഡിഗ്രി സെൽഷ്യസുമാണ്. സീസണിൽ ശരാശരി മഴ 2250 മുതൽ 2500 മില്ലിമീറ്റർ വരെയാണ്. അടുത്തതായി വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്കു കിഴക്കൻ മൺസൂൺ
കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്ന പേരിലാണ്. വടക്കു കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ തുലാവർഷം എന്നും അറിയപ്പെടുന്നു. മലയാള മാസമായിട്ടുള്ള തുലാം മാസത്തിൽ പെയ്യുന്ന മഴയായതിനാൽ മലയാളത്തിൽ തുലാവർഷം എന്ന് വിളിക്കുന്നു. ഇത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വരുന്നു. ചിലപ്പോൾ ഡിസംബർ വരെ തുടരാം. ഈ സീസണിൽ പ്രധാനപ്പെട്ട സവിശേഷത ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും ഇടിയും മിന്നലുമൊക്കെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണുള്ള ശക്തമായ മഴയും ഇടിയും മിന്നലുമാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. വൈകുന്നേരങ്ങളിലുള്ള ഇടിയോടുകൂടിയ മഴ തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ്. തുലാവർഷത്തിന് ലഭിക്കുന്ന ശരാശരി മഴ 50 സെന്റിമീറ്റർ ആണ്. ഈ സീസണിൽ ശരാശരി താപനില പരമാവധി 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞത് 29 ഡിഗ്രി സെൽഷ്യസുമാണ്. സീസണിൽ ശരാശരി മഴ 450 മുതൽ 500 മില്ലിമീറ്റർ വരെ. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും ചൂടുള്ള ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ ആണ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ, കൊല്ലം ജില്ലയിൽ ആണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചുരം പാലക്കാട് ചുരം. വേനൽക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ് പാലക്കാട് ആര്യങ്കാവ് ചുരത്തിലൂടെ കേരളത്തിലേക്ക് വീശുന്നു. വേനൽക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റും പാലക്കാട് ആര്യങ്കാവ് ചുരത്തിലൂടെ കേരളത്തിലേക്ക് വീശുന്നു. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ ഇടുക്കി ജില്ലയിൽ ആണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും ചൂടേറിയ വർഷം അനുഭവപ്പെട്ടത് 2024 ആണ്. 2024 കേരളത്തിലെ സംസ്ഥാന ശരാശരി വാർഷിക ഭൂപ്രതല വായുവിന്റെ ആനുവൽ മീൻ ലാൻഡ് സർഫസ് എയർ താപനില ദീർഘകാല ശരാശരിയേക്കാൾ 0.99 ഡിഗ്രി സെൽഷ്യസ് അധികം ആയിരുന്നു. 2024 അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലൊക്കെയാണ്. ലോക കാലാവസ്ഥാ സംഘടന 2025 പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് 2024 റിപ്പോർട്ട് 151 സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായിട്ടുള്ള സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ബേലി എന്നതാണ്. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായിട്ടുള്ള സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ബേലി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. കുറവും കൂടുതലും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ മഴ ജൂലൈ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ, ഏറ്റവും കുറച്ച് മഴ തിരുവനന്തപുരം ജില്ലയിൽ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം നമ്മളിപ്പോൾ പഠിച്ചു, മഴനിഴൽ പ്രദേശമെന്നും അറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. വയനാട് ജില്ലയിലെ ലക്കിടി കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നു. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്, ഇടുക്കി ജില്ലയിലെ ചിന്നാർ. നബാർഡിന്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ച സ്ഥലം ചളവറ. നബാർഡിന്റെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ച സ്ഥലം ചളവറ. ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക സംസ്ഥാനതല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി തന്നെ പ്രത്യേകമായിട്ട് സംസ്ഥാനതല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് തയ്യാറാക്കിയത് നമ്മുടെ കേരളത്തിൽ ആണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി
കാലാവസ്ഥ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് പറഞ്ഞത്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും എല്ലാം ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനും മറ്റ് ടോപ്പിക് വൈസ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണമേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.